അപകടം നടന്ന സ്ഥലത്ത് നിന്ന് കെ.വി. രാഹുലും സാരംഗ സുരേഷും നമുക്കൊപ്പം ഏറ്റവും പുതിയ വിവരങ്ങളും പ്രതികരണങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം രാഹുലിലേക്കാണ്. രാഹുൽ, പുലർച്ചെ 2 മണിക്കാണ് ഈ ഉഗ്രസ്ഫോടനം പ്രദേശവാസികൾ കേൾക്കുന്നത്. 2 കിലോമീറ്റർ അകലെ വരെ ശബ്ദം കേട്ടിരുന്നുവെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഒരു വീട് പൂർണ്ണമായും തകരണമെങ്കിൽ എത്രത്തോളം സ്ഫോടക വസ്തുക്കൾ പൊട്ടിക്കാണണമെന്നുള്ള ആശങ്ക നമ്മുടെ മനസ്സിലുണ്ട്. ഇപ്പോൾ പോലീസ് നൽകുന്ന പ്രാഥമികമായ വിവരം എന്താണ്? ആരാണ് ഈ മാലിക്? അത്രയും ഉഗ്രശേഷിയുള്ള സ്ഫോടനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഒരു വീട് തകർന്നു എന്ന് പറഞ്ഞാൽ പോരാ, തരിപ്പണമായി പോയി. അത്തരം ശക്തിയേറിയ തീവ്രതയുള്ള ഒരു സ്ഫോടനമാണ്. ഇവിടെ നാളുകളായി വീട്ടിൽ ഈ സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണം, അതായത് ഉത്സവത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ് എന്നാണ് പോലീസ് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ അത്രയും ശേഷിയുള്ള സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണവും ശേഖരവുമാണ് ആ വീട്ടിൽ നടന്നിട്ടുള്ളത്. 1:50 പുലർച്ചെ കൃത്യമായി ഈ അപകടം സംഭവിക്കുന്നത്. 2 പേരാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. അയൽപക്കത്തുള്ള ആളുകളുമായി അത്ര അടുത്ത ബന്ധമോ പരിചയമൊന്നും തന്നെ ഇല്ലാത്ത ആളുകളായിരുന്നു. രാത്രിയിലാണ് കൂടുതലായും ഇങ്ങോട്ട് വന്നു പോയിരുന്നത് എന്നുകൂടിയാണ് അയൽവാസികൾ പറയുന്നത്. ഏതായാലും ഒരാളുടെ മൃതദേഹമാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. ചാലാട് സ്വദേശി മുഹമ്മദ് ആഷാമാണ് മരിച്ചത്. വീടിൻ്റെ ഭാഗങ്ങൾ തകർന്ന് ഇയാളുടെ ദേഹത്തേക്ക് വീണു. കാൽഭാഗം പുറത്തേക്ക് ആദ്യമേ നടത്തിയ തിരച്ചിലിൽ തന്നെ കണ്ടിരുന്നു. പിന്നീട് വീടിൻ്റെ ഈ അവശിഷ്ട ഭാഗങ്ങളൊക്കെ മാറ്റിയതിന് ശേഷമാണ് മൃതദേഹം ഏതായാലും പുറത്തെടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ആൾ വീടിനടിയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള പരിശോധനയാണ് നിലവിൽ തുടർന്നു വരുന്നത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് അവശിഷ്ട ഭാഗങ്ങളൊക്കെ നീക്കി ഇതുവരെ നടത്തിയ പരിശോധനയിലും ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ബോംബ് സ്ക്വാഡ്, ഫോറൻസിക് സംഘവും ഒക്കെ ഈ സ്ഥലത്ത് പരിശോധന നടത്തി വരികയാണ്. ആദ്യമേ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തേക്ക് വന്നുവെങ്കിലും അകത്തേക്ക് കയറി പരിശോധിച്ചില്ല. കാരണം ഇത്രയും തീവ്രതയുള്ള സ്ഫോടക വസ്തുക്കൾ ഉള്ളതുകൊണ്ട് ഇനിയും പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള ഒരു അപകട സാധ്യത ഉള്ളതുകൊണ്ടാണ് അത്തരത്തിൽ പരിശോധന നടത്താതിരുന്നത്. തന്നെയായാലും സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണമാണ് നടന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ, ശേഖരിച്ച വസ്തുക്കളാണ് പൊട്ടിയത്. ഈ വീട് വാടകയ്ക്ക് എടുത്തത് അനൂപ് മാലിക് എന്ന ആളാണ്. അയാൾക്കെതിരെയാണ് നിലവിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം അനൂപ് മാലിക് അറിയേണ്ടതുണ്ട്. നിലവിൽ 7 കേസുകൾ അനൂപ് മാലിക്കിനെതിരെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആരാണ് അനൂപ് മാലിക്? ഇങ്ങനെ സ്ഫോടക വസ്തുക്കൾ, ഇപ്പൊ പടക്കം നിർമ്മാണത്തിനാണെങ്കിൽ പോലും അത് ശേഖരിക്കാനുള്ള ലൈസൻസ് ഒക്കെ ഈ അനൂപ് മാലിക്കിനുണ്ട്. അനൂപ് മാലിക് എവിടെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയണം.